ഈ കഴിഞ്ഞ കുറേ ദിവസമായി അമേരിക്കയുടെ കാലിഫോർണിയ അല്ലെങ്കിൽ ലോസ് ഏഞ്ചലസിൽ നടന്നുകൊണ്ടിരിക്കുന്ന ആ ഒരു വലിയ പ്രതിഷേധം, പ്രക്ഷോഭം എന്നൊക്കെ നമുക്ക് പറയാൻ പറ്റുന്നത്, ആയിരക്കണക്കിന് ആളുകളാണ് തെരുവിലിറങ്ങി വണ്ടികളൊക്കെ അടിച്ച് തകർക്കുകയും കടകൊമ്പോളങ്ങളൊക്കെ അടിച്ചു തകർക്കുകയും അതോടൊപ്പം തന്നെ പോലീസിന്റെ വാഹനങ്ങളൊക്കെ അഗ്നിക്കിരയാക്കുകയും എന്ന് വേണ്ട ഒരു നിയന്ത്രിക്കാൻ പറ്റാത്ത തരത്തിലേക്കാണ് ഇപ്പോൾ അതായത് കാലിഫോർണിയയുടെ പല സിറ്റികളിലും ഇപ്പോൾ അതായത് ഈ ഒരു സംഭവം അരങ്ങേറിക്കൊണ്ടിരിക്കുന്നത്. അതിന് അവരിട്ടിരിക്കുന്ന പേരെന്ന് പറയുന്നത് ഐസ് എന്ന് പറയുമ്പോഴത്തേക്കിന് ഇമിഗ്രേഷൻസ് ആൻഡ് കസ്റ്റംസ് എൻഫോഴ്സ്മെന്റ് എന്നാണ്. അപ്പം ഐസ് പ്രൊട്ടസ്റ്റ് എന്നാണ് അവരതിനെ അറിയപ്പെടുന്നത്. ഈ ഒരു പ്രൊട്ടസ്റ്റ് തുടങ്ങാനുള്ള പ്രധാന കാരണം എന്ന് പറയുന്നത് നമുക്കറിയാം, ട്രംപിന്റെ ആ ഒരു പ്രഖ്യാപനം, അതായത് അനധികൃതമായിട്ടുള്ള കുടിയേറ്റക്കാരെ അദ്ദേഹം ആയിരക്കണക്കിന് ആളുകളെ അവരുടെ രാജ്യത്തിൽ നിന്ന് കുടിയൊഴിപ്പിക്കുകയാണ്. അതിൽ പ്രധാനമായിട്ട് നമുക്കറിയാം, അവരുടെ തൊട്ടടുത്ത് കിടക്കുന്ന രാജ്യമായ മെക്സിക്കോയിൽ നിന്ന് യാതൊരു നിയന്ത്രണമില്ലാതെ മുൻകാലങ്ങളിൽ അതായത് കടന്നുകൂടിയിട്ടുള്ള ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് മെക്സിക്കൻ ആളുകൾ, അവരെയാണ് അത് ടാർഗറ്റ് ചെയ്ത് അവരെ അവിടെ നിന്ന് നാട് കടത്താനുള്ള വളരെ ശക്തമായ നിയമ നടപടികളുമായിട്ട് ട്രംപ് സർക്കാർ മുന്നോട്ട് വന്നപ്പോൾ അതിന് എഗനസ്റ്റ് ആയിട്ട് അതായത് മജോറിറ്റി ഓഫ് മെക്സിക്കൻ ആളുകളാണ് ഈ പറഞ്ഞ കാലിഫോർണിയയിൽ അവർ തെരുവിലിറങ്ങി വളരെ ശക്തമായിട്ടുള്ള പ്രക്ഷോഭങ്ങൾ അവരിപ്പോൾ അതായത് അഴിച്ചുവിട്ടിരിക്കുന്നത്. അതിൽ വളരെ ക്രിമിനൽസ് ആയിട്ടുള്ള ആളുകൾ, അവരെ നിയന്ത്രിക്കാൻ പോലും പോലീസിന് പറ്റുന്നില്ല എന്നതാണ് ഇപ്പോൾ വരുന്ന വാർത്തകൾ എന്ന് പറയുന്നത്. അതിന്റെ ഫലമായിട്ട് ആദ്യം അവിടുത്തെ ലോക്കൽ പോലീസ് അത് തടയാനൊക്കെ ശ്രമിച്ചെങ്കിലും നമുക്കറിയാം അവരുടെ കയ്യിൽ അതായത് റബ്ബർ ബുള്ളറ്റും അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ വെച്ചാണ് അവരതിനെ പ്രതിരോധിക്കുന്നത്. എന്നാൽ അതിനുശേഷം നാഷണൽ ഗാർഡ്സിനെ ഗവൺമെന്റ് വിടുകയുണ്ടായി. നാഷണൽ ഗാർഡ്സ് എന്ന് പറയുമ്പോഴത്തേക്കിന് അവര് ആർമി ആൻഡ് എയർഫോഴ്സുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന അതായത് ഗവൺമെന്റ് മിലിറ്ററി ഫോഴ്സുകളാണ്. അപ്പം അവരെ കൊണ്ടും നിയന്ത്രിക്കാൻ പറ്റാതെ വന്നപ്പോൾ ഈ കഴിഞ്ഞ ദിവസം ഗവൺമെന്റ് വീണ്ടും മെറൈൻ കോപ്സ് എന്ന് പറയുന്ന അതായത് മറ്റൊരു മിലിറ്ററി ഫോഴ്സിനെ, അവരെന്ന് പറയുമ്പോഴത്തേക്കിന് ലാൻഡും സീയും കരയും കടലും അവിടെയുള്ള പ്രശ്നങ്ങളെ ഒരുപോലെ കൈകാര്യം ചെയ്യുവാൻ വിദഗ്ധത ഉള്ളതായിട്ടുള്ള ആളുകൾ, അവർക്ക് വളരെ പെട്ടെന്ന് തന്നെ ഏത് വലിയ പ്രക്ഷോഭം വന്നാലും അതിനെ അടിച്ചമർത്താനും ഓവർകം ചെയ്യാനും കൺട്രോൾ ചെയ്യാനും ഉള്ള പ്രത്യേക ട്രെയിനിങ് കിട്ടിയ ഒരു വിഭാഗമാണ്. ആ ഒരു ഗ്രൂപ്പിനെയും ഈ കഴിഞ്ഞ ദിവസം ഗവൺമെന്റ് ഇറക്കുകയുണ്ടായി. എന്നാൽ ട്രംപ് ഇതിനെ രൂക്ഷമായ ഭാഷയിലാണ് അദ്ദേഹം ഇതിനെ അതായത് വിമർശിച്ചിരിക്കുന്നത്. കാരണം നമുക്കറിയാം കാലിഫോർണിയയിൽ ഇപ്പോൾ ഭരിക്കുന്നത് ട്രംപിന്റെ എതിർപക്ഷക്കാരായിട്ടുള്ള ഡെമോക്രാറ്റിക് പാർട്ടികളാണ്. അപ്പോൾ അദ്ദേഹം രൂക്ഷമായി പറയുകയുണ്ടായി, നിങ്ങൾക്ക് ഇതിനെ നിയന്ത്രിക്കാൻ കഴിവില്ലെങ്കിൽ നിങ്ങൾ മാറി നിൽക്കുക, അതായത് ഫെഡറൽ ഗവൺമെന്റ് കാണിച്ചു തരാം എങ്ങനെയാണ് ഇതിനെ അതായത് കൈകാര്യം ചെയ്യേണ്ടെന്നുള്ള ആ ഒരു രൂക്ഷമായ ഭാഷയിൽ അവിടുത്തെ സ്റ്റേറ്റ് ഗവൺമെന്റിനെ രൂക്ഷമായ ഭാഷയിൽ വിമർശിച്ചുകൊണ്ടാണ് ഇപ്പോൾ അതായത് ട്രംപ് ഭരണകൂടം മുന്നോട്ട് വന്നിരിക്കുന്നത്. അവിടെ നടന്നതായിട്ടുള്ള പല വീഡിയോയും നമ്മൾ ശ്രദ്ധിച്ചാൽ നമുക്കത് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. അവിടുത്തെ അതായത് പ്രൊട്ടസ്റ്റിലുള്ളതായിട്ടുള്ള ആളുകൾ പറയുന്നത്, ഈ ഭൂമി ഞങ്ങളുടെ ലാൻഡാണ്, അതായത് ഞങ്ങളുടെ ലാൻഡാണ്, അതായത് മെക്സിക്കൻസിന്റെ ലാൻഡാണ്, അമേരിക്ക ഇത് പിടിച്ചെടുത്തതാണ്, അതുകൊണ്ട് നിങ്ങൾ ഇവിടുന്ന് പോകണം, ഞങ്ങൾ ഈ രാജ്യം വിട്ടു പോകത്തില്ലെന്നാണ് അതായത് മെക്സിക്കൻസ് ആയിട്ടുള്ള ആളുകൾ പറയുന്നത്. ഈ ഒരു വീഡിയോ നമുക്കൊന്ന് ശ്രദ്ധിച്ചാൽ നമുക്കത് മനസ്സിലാക്കാം. This is our city and this was Mexico. You can't kick us out of the land that was ours. അത് മാത്രമല്ല, പോലീസിന് എഗനസ്റ്റ് ആയിട്ട് രൂക്ഷമായിട്ടുള്ള അതിക്രമങ്ങൾ നമുക്ക് അതായത് പല വീഡിയോയിൽ നിന്ന് നമുക്ക് അതായത് ശ്രദ്ധിക്കാവുന്നതാണ്. ഒരു വീഡിയോ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാകും എത്ര രൂക്ഷമായ രീതിയിലാണ് അമേരിക്ക പോലുള്ള രാജ്യങ്ങളിൽ അതായത് സമരക്കാർ
ഈ ഒരു IC ഡിപ്പാർട്ട്മെന്റിലുള്ള ആളുകളെ നേരിടുന്നത് നമുക്ക് നോക്കിയാൽ മനസ്സിലാകും. അതായത് IC ഡിപ്പാർട്ട്മെന്റുകാരുടെ വാഹനം മാത്രമല്ല, അതായത് പ്രൈവറ്റ് ആയിട്ടുള്ള അതായത് സാധാരണക്കാരുടേതായിട്ടുള്ള വാഹനങ്ങളുണ്ട്. റാൻഡംലി ആ വാഹനങ്ങൾ റോഡ് പാസ് ചെയ്ത് പോകുന്ന സമയത്ത് ഒളിച്ചിരുന്ന അവന്മാർ വലിയ ഉരുളൻ കല്ലുകൾ കൊണ്ട് അതിന്റെ ചില്ലുകൾ എറിഞ്ഞ് തകർക്കുന്ന കാഴ്ചകളും നമുക്ക് കാണാനായിട്ട് കഴിയുന്നുണ്ട്. എന്തായാലും അതായത് അമേരിക്ക പോലുള്ള ഈ ഒരു വലിയ സന്നാഹമുള്ള ഈ ഒരു രാജ്യത്തിൽ അവരെ നിയന്ത്രിക്കാൻ പറ്റാത്ത തരത്തിൽ അത് കൈവിട്ടു പോകുന്ന ഒരു സാഹചര്യമാണ് നമുക്കിപ്പോൾ കാണാനായിട്ട് കഴിയുന്നത്. ഒരു കാലത്ത് 10,000-കണക്കിന് ലക്ഷക്കണക്കിന് അതായത് മെക്സിക്കോയിൽ നിന്ന് ഇങ്ങോട്ട് കൂളായിട്ട് അതായത് ഫെൻസ് കടന്നു വന്ന ആളുകളാണ് ഇവരെല്ലാവരും. എന്നിട്ട് അവരിപ്പോൾ ഈ രാജ്യത്തെ കല്ലെറിയുന്നു, ആ രാജ്യത്തെ നശിപ്പിക്കാനായിട്ട് നോക്കുന്നു, അതായത് ക്രിമിനൽ ആക്ടിവിറ്റീസുകൾ അഴിച്ചുവിടുന്നു. അവർ പറയുന്നു ഇത് ഞങ്ങളുടെ രാജ്യമാണ്, നിങ്ങൾ വേണമെങ്കിൽ ഈ രാജ്യത്തുനിന്ന് പുറത്തു പോകാനാണ് ഇപ്പോൾ അവരുടെ ഭാഷ്യം എന്ന് നമുക്ക് മനസ്സിലാക്കാണ്ട് കഴിയും. എന്നാൽ ട്രംപ് വളരെ രൂക്ഷമായ ഭാഷയിൽ തന്നെയാണ് സ്റ്റേറ്റ് ഗവൺമെന്റിനെ വിമർശിച്ചിരിക്കുന്നത്. വരും ദിവസങ്ങൾ അദ്ദേഹം പറഞ്ഞത് വേണ്ടി വന്നാൽ പട്ടാളത്തെ തന്നെ ഇറക്കി അതായത് സകലത്തെയും അടിച്ച് നിരത്തു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഒരു ദാക്ഷിണ്യവുമില്ല. അതായത് ഇപ്പോൾ തന്നെ മുഖംമൂടി ധരിച്ച് അതായത് അതിക്രമങ്ങൾ അഴിച്ചുവിട്ടിട്ടുള്ള ആളുകളെ തന്നെ അവർ പല ആളുകളെ റെക്കഗ്നൈസ് ചെയ്ത് കഴിഞ്ഞു. അവരെല്ലാം പിടിച്ച് പല ആളുകളെ അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞു. എല്ലാത്തിനും ഡീപ്പോർട്ട് ചെയ്യുമെന്ന് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. ട്രംപിന്റെ വാക്കുകളിൽ നിന്ന് നമുക്ക് ചില കാര്യങ്ങൾ മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. സമരക്കാരെ സഹായിക്കാൻ വലിയ തോതിൽ ഫണ്ട് ഒഴുകുന്നുണ്ട്. ഈ ഫണ്ട് എവിടെ നിന്നാണ്? അതോടൊപ്പം തന്നെ സമരക്കാർക്കുള്ള ആയുധങ്ങൾ എവിടെ നിന്നാണ് എത്തുന്നത്? ഇങ്ങനെയുള്ള കാര്യങ്ങൾ വരും ദിവസങ്ങളിൽ ഒരു വലിയ ഇൻവെസ്റ്റിഗേഷൻ തന്നെ ആയിരിക്കും എന്നതിൽ യാതൊരു സംശയവുമില്ല. എന്നാൽ ഈ മെക്സിക്കൻ ആളുകളെ സഹായിക്കാൻ മറ്റു രാജ്യങ്ങളിൽ നിന്നുള്ള ആളുകളും ഇവരെ സപ്പോർട്ട് ചെയ്യുന്നു എന്നതാണ് ഇപ്പോൾ വെളിവരുന്ന വാർത്തകൾ. അവർ നടത്തുന്ന എല്ലാ പ്രതിഷേധ സമരങ്ങളിലും നിങ്ങൾ ആ വീഡിയോസ് എല്ലാം ശ്രദ്ധിച്ചാൽ മനസ്സിലാകുന്നുണ്ട്. അതായത് പലസ്തീനെ സപ്പോർട്ട് ചെയ്തിട്ടുള്ള ആളുകൾ അവരുടെ ഫ്ലാഗ് പിടിച്ചും അതോടൊപ്പം തന്നെ അവരുടെ ഷാള് പുതച്ചും ഒക്കെ നിൽക്കുന്ന ധാരാളം ആളുകൾ. അതുമാത്രമല്ല ഇന്ത്യയിൽ നിന്ന് തന്നെയുള്ള ചില വിഭാഗക്കാരെയും ആ ഒരു ഗ്രൂപ്പിന്റെ അകത്ത് ഇപ്പോൾ നോട്ടിഫൈ ചെയ്തിട്ടുണ്ട്. നമ്മൾക്ക് അതിന്റെ പ്രധാനപ്പെട്ട ചില വീഡിയോ ദർശനങ്ങളിലേക്ക് നമുക്കൊന്ന് പോയിട്ട് കടന്നു വരാം. This is our city, and this was Mexico. You can't kick us out of the land that was ours. At our disposal to quell the violence and restore law and order right away. We're not going to wait 7 days and 8 days and wait for a governor that's never going to call and watch cities burn. And the only flag that will wave triumphant over the streets of Los Angeles is the American flag. So help me God. The American flag is the one that's going to wave triumphantly over the streets. But they came in with bricks they were taken away and they had hammers. Oh, wow, how did that happen? And they're pounding the sidewalk. I said, what the hell is he doing? And he's breaking it up and making it into concrete bombs in a way, and they're dropping them on our military. They're throwing them
at our military. Pretty good arms they had, too. They're taking them up to the bridges and they're dropping them in the cars that are going by. These are animals. But they proudly carry the flags of other countries, but they don't carry the American flag. They only burn it. Did you see a lot of the flags being burned? They weren't being burned by people from our country or from people that love our country. People that burn the American flag should go to jail for 1 year. That's what they should be doing. 1 year. And we'll see if we can get that done. To infiltrate and occupy federal buildings wearing armor and face shields. The best money can buy. Somebody's financing it. We're going to find out through Pam Bondi and Department of Justice who it is. They're already on it. Who's financing all this equipment? Very professional. Under the Trump administration, this anarchy will not stand. We will not allow federal agents to be attacked, and we will not allow an American city to be invaded and conquered by a foreign enemy, and that's what they are. A lot of those people were let in here by the Biden administration. They just poured right in. They came from prisons, they came from jails from all over the world, they came from mental institutions, they were the leaders of gangs, they were drug lords, allowed to come into our country. Their countries threw them out. Their countries would bus them or drive them right to our border and say, go in there, you ever come back, we're going to kill you. As Commander-in-Chief, I will not let that happen. It's never going to happen. ട്രംപിന്റെ പുതിയ ഇമിഗ്രേഷൻ ആൻഡ് കസ്റ്റംസ് എൻഫോഴ്സ്മെന്റ് ഐസ് അതിന് എഗനസ്റ്റ് ആയിട്ടുള്ള ഈ ഒരു വലിയ തോതിലുള്ള പ്രക്ഷോഭം ആദ്യം തുടങ്ങി വെച്ചത് കാലിഫോർണിയയിലാണെങ്കിലും ഈ കഴിഞ്ഞ 1-2 ദിവസമായി അമേരിക്കയുടെ മറ്റ് സംസ്ഥാനങ്ങളിലേക്കും അതിന് സമാനമായ രീതിയിൽ തന്നെയുള്ള ആ ഒരു വലിയ പ്രകടനങ്ങളും ആ ഒരു വലിയ പ്രശ്നങ്ങളും ഇപ്പോൾ വ്യാപിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ രാജ്യത്തിന്റെ ക്രമസമാധാനം നഷ്ടപ്പെടുന്ന തരത്തിലേക്ക്, വീടുകൾ വരെ തീ വെച്ച് നശിപ്പിക്കുന്ന തരത്തിലേക്ക് ആളുകൾ മുന്നോട്ട് പോകുമ്പോൾ ഇതിനെ വരും ദിവസങ്ങളിൽ എങ്ങനെയാണ് ട്രംപ് ഭരണകൂടം ഇതിനെ അടിച്ചമർത്തുന്നത്, അല്ലെങ്കിൽ ഇതിനെ എങ്ങനെയാണ് ഫേസ് ചെയ്യാൻ പോകുന്നത് നമുക്ക് കാത്തിരുന്ന് കാണാം. അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. പുതിയൊരു വീഡിയോയുമായി പുതിയൊരു അപ്ഡേറ്റുമായി വീണ്ടും ഞാൻ നിങ്ങളുടെ മുന്നിൽ വരും. I am signing out your Rexy Joy. Bye.